നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭിന്നശേഷി കുട്ടികൾക്ക് ഉല്ലാസയാത്ര ഒരുക്കുന്നു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നവംബർ 21 കാലത്ത് 8 മണിക്ക് വിമാനമാർഗം പുറപ്പെടുന്ന രീതിയിലാണ് യാത്ര. തോട്ടട ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ 9 കുട്ടികൾക്കാണ് ഈ അവസരമെന്നും ട്രസ്റ്റ് ചെയർമാൻ കേണൽ പത്മനാഭൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തോട്ടട ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ 9 കുട്ടികളെ തിരുവനന്തപുരത്തേക്ക് ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചതായി ട്രസ്റ്റ് ചെയർമാൻ കേണൽ പത്മനാഭൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുട്ടികളുടെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ബൈ എയർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ എല്ലാ കോർഡിനേഷൻ നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെത്തിയാൽ അവർ നമ്മൾ തിരിച്ച് ബൈ റെയിൽ കണ്ണൂരേക്ക് തിരിച്ചു കൊണ്ടുവരും. ഈ ആശ്രയ കഴിഞ്ഞ ജൂൺ 25 ഞങ്ങളുടെ ട്രസ്റ്റ് ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ ഒരു ഭക്ഷണം അവർക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തിരുന്നു. ഡ്യൂറിങ് ദി ഫംഗ്ഷൻ അവരുടെ പ്രിൻസിപ്പൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു, നമ്മുടെ കുറച്ച് കുട്ടികൾക്ക് സാറേ ഒന്ന് പറക്കണം എന്നുള്ളൊരു ആശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ അവരുടെ ഡിസബിലിറ്റിയിൽ ഭിന്നശേഷിക്കാരായതുകൊണ്ട് എല്ലാവർക്കും വിമാനത്തിൽ കയറേണ്ട പറ്റില്ല. അവർക്ക് സ്പെഷ്യലായിട്ട് മെഡിക്കലി ഫിറ്റ് ടു ഫ്ലൈ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഏകദേശം 10 കുട്ടികൾ അവർ സെലക്ട് ചെയ്തു. ഈ 10 കുട്ടികളെയും അവരെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. അവരുടെ ഒരു അച്ഛനോ അമ്മയായിട്ട് 10 പേരും, പിന്നെ അത് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീച്ചറും, അങ്ങനെ ഏകദേശം 21 ആൾക്കാരെ നമ്മൾ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ ട്രസ്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും എല്ലാ കോർഡിനേഷൻ ഞങ്ങൾ ചെയ്തു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നവംബർ 21 കാലത്ത് 8 മണിക്ക് വിമാനമാർഗം പുറപ്പെട്ട് ഒരു പകൽ മുഴുവൻ തിരുവനന്തപുരത്ത് ചിലവഴിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ട്രെയിൻ മാർഗം നാട്ടിലേക്ക് തിരിക്കും. കുട്ടികളോടൊപ്പം ഓരോ രക്ഷിതാക്കളും ആശ്രയ സ്കൂളിലെ ഒരു അധ്യാപികയും യാത്രാ സംഘത്തിലുണ്ടാവുമെന്ന് ചെയർമാൻ പറഞ്ഞു. ഭാരവാഹികളായ MC രാഗേഷ്, സിദ്ധാർത്ഥൻ മണ്ണാരത്ത്, P ഉമ്മർ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.